ഹായ് ഫ്രണ്ട്സ്, ടേസ്റ്റി പോട്ട്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ചക്കപ്പഴം ഐസ്ക്രീം ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ചക്കപ്പഴം ഐസ്ക്രീം അടിപൊളി ടേസ്റ്റാണ്. ഇത് ഒരു തവണയെങ്കിലും ഉണ്ടാക്കി നോക്കൂ. ഇതിനായിട്ട് നമുക്ക് വരിക്കച്ചക്കച്ചുള ചെറുതായി അരിഞ്ഞ് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. 20 ചക്കച്ചുളയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 1/2 കപ്പ് പാല് ഒഴിച്ചു കൊടുക്കാം. ഇനി 3 ടേബിൾ സ്പൂൺ കണ്ടൻസ് മിൽക്ക് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇത് നന്നായി അരച്ചെടുത്തിട്ട് വരാം. നല്ല പേസ്റ്റായി അരച്ചെടുക്കണം. ഇപ്പം നമ്മൾ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇതിനകത്ത് വെള്ളമൊന്നും ചേർത്തിട്ടില്ല, വെള്ളം ചേർക്കാൻ പാടില്ല. ഇനി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് 1 കപ്പ് വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കാം. വിപ്പിംഗ് ക്രീം ഒഴിച്ച് നമുക്കിത് നന്നായി ബീറ്റ് ചെയ്തെടുക്കണം. നന്നായി പൊന്തി വരണം, നല്ല ഫ്ലഫി ആയി കിട്ടണം നമുക്കിത്. അങ്ങനെ ഇത് വന്നിട്ടുണ്ട്. അങ്ങനെ നല്ലോണം പൊന്തി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ചക്ക അരച്ച് വെച്ചതിൽ ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. ഒരു വലിയ പാത്രത്തിലേക്ക് ഞാൻ ചക്കേനെ മാറ്റുകയാണ്. അതിലേക്ക് നമുക്ക് വിപ്പിംഗ് ക്രീം കൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ ഐസ്ക്രീമിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് ലെവൽ ചെയ്തെടുക്കാം. അതിനുശേഷം ഇത് അടച്ച് നമുക്ക് ഫ്രീസറിലേക്ക് വെക്കാം. നമുക്ക് ബാക്കിയുള്ള ബാറ്റർ കൂടെ ഇതുപോലെ വേറൊരു പാത്രത്തിലും കൂടെ ചെറുതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ബാറ്ററാണ് നമുക്കിനി ബാക്കിയുള്ളത്. അതും കൂടെ ചെറിയൊരു പാത്രത്തിൽ ഒഴിച്ച് അതും നമുക്ക് ഫ്രീസറിൽ വെക്കാം. ഒരു 6 മുതൽ 8 വരെ മണിക്കൂർ ഫ്രീസറിൽ വെച്ചാൽ മതിയാവും. ഓവർനൈറ്റ് വെക്കാൻ പറ്റുന്നവർക്ക് അങ്ങനെയും വെക്കാം, കുഴപ്പമില്ല. നമുക്ക് നെക്സ്റ്റ് മോർണിംഗ് എടുത്ത് നോക്കാം. നല്ല അടിപൊളി ഐസ്ക്രീമായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ഐസ്ക്രീമാണിത്. ഇപ്പോൾ ചക്ക സീസൺ ആയതുകൊണ്ട് എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്.